ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് അക്ഷരമുറ്റം ക്വിസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ചത് ഏത് ബഹിരാകാശ വാഹനമാണ്? ഉത്തരം അപ്പോളോ 15. ഭൂതത്താൻകെട്ട് അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാർ നദിയിലാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രമായ മാസിക ഏതാണ്? ഉത്തരം കേളി. കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത് ഏത് ചുരത്തിലൂടെയാണ്? ഉത്തരം ആര്യങ്കാവ് ചുരം. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? ഉത്തരം സി കൃഷ്ണൻ നായർ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ഏത് വർഷമാണ് രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത്? ഉത്തരം 1913. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം പ്രേം നസീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ്? ഉത്തരം ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഉത്തരം നവംബർ 26. കേരള സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആലപ്പുഴ ജില്ലയിൽ. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്തെ പാളയത്ത്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? ഉത്തരം നവംബർ 11. കാനായി കുഞ്ഞിരാമൻ ഏത് കലയുമായി ബന്ധപ്പെട്ട ആളാണ്? ഉത്തരം ശില്പകല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഉത്തരം 1 തവണ. ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 12. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം ജീവകം ബി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു. ജാലിയൻവാല ബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഭാരതീയ സായുധ സേനാ പതാക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 7. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട് ജില്ലയിലാണ് തിരുനെല്ലി ക്ഷേത്രം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏത് തരം പൗരത്വമാണ്? ഉത്തരം ഏക പൗരത്വം. കടലാമകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കൊളാവി പാലം ഏത് ജില്ലയിലാണ്? ഉത്തരം കോഴിക്കോട്.
MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംരക്ഷണ വിഭാഗമായ UNEP-യുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കെനിയ. കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറം ജില്ല. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസിക ഏതാണ്? ഉത്തരം വിദ്യാരംഗം. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ചെസ് റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന യുവതാരം ആരാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.